നമസ്കാരം. കഴിഞ്ഞ വർഷാവസാനം ഞാൻ സിമ്പിൾ വൺ ജനറേഷൻ 1.5ൻ്റെ ടോപ്പ് എൻഡ് മോഡൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റിമൂവബിൾ ബാറ്ററി പാക്ക് അടക്കം 5 kWh ബാറ്ററി പാക്ക് ഉള്ളത്. ഒരു മാസത്തോളം, അതായത് ഏകദേശം 2000 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ആ വണ്ടിയുടെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരുന്നു. വീട്ടിൽ വെച്ച് ഈ വണ്ടിയുടെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 9 മണിക്കൂറിൽ കൂടുതൽ സമയം വേണമായിരുന്നു. അത് സത്യം പറയുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മളൊന്ന് പുറത്ത് വെച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ അത് അപ്ഡേറ്റ് ആയിട്ടുമില്ലായിരുന്നു. പിന്നെ ഈ വണ്ടിയിലെ റിമൂവബിൾ ബാറ്ററിക്ക് പുറത്ത് വെച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജറും ഉണ്ടായിരുന്നില്ല. അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റിമൂവബിൾ ബാറ്ററി എന്ന കോൺസെപ്റ്റ് തന്നെ ഒരു വേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബാറ്ററി 54% ആയാൽ പിന്നെ പവർ മോഡുകൾ ഓരോന്നായി കട്ടായി തുടങ്ങും, ഓരോ 10%. അതുകൊണ്ട് തന്നെ അവസാനത്തെ 44%-ഓളം ബാറ്ററി പെർസെൻറ്റേജിൽ വണ്ടിക്ക് പവർ വളരെ കുറവായിരുന്നു. 2 ആളെ വെച്ച് നമുക്ക് കയറ്റങ്ങളൊക്കെ കയറാൻ സാധിക്കുമെങ്കിലും ഓവർടേക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുന്ന മുഴുവൻ സമയത്തും പിന്നിലെ ഡിസ്കിൽ നിന്നും ശബ്ദം വരാറുണ്ടായിരുന്നു. 3 തവണ ഞാനത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സർവീസ് എല്ലാം അവർ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അവസാനം ആ ഒരു ഡിസ്ക് പാഡിന്റെ മൊത്തം യൂണിറ്റ് തന്നെ അവർ മാറ്റിയപ്പം സംഭവം ഓക്കെ ആയി. പിന്നെ ബെൽറ്റിൽ നിന്നുള്ള ഒരു ശബ്ദം റിവേഴ്സ് എടുക്കുന്ന സമയത്ത്, പക്ഷേ അത് കുറേ ഓടിയപ്പം ശരിയായി. ഇപ്പോൾ സിമ്പിൾ വണ്ണിൻ്റെ ജനറേഷൻ 2 വണ്ടികൾ ഇറങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഷോറൂമിൽ വണ്ടി ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ. ടെസ്റ്റ് റൈഡ് വണ്ടിക്ക് വേണ്ടി കാത്തിരുന്നതാണ്. ഈ പുതിയ ജനറേഷൻ വണ്ടികൾ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും പഴയ ജനറേഷൻ വണ്ടികളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടായിരിക്കും എല്ലാ കമ്പനികളും വണ്ടി ഇറക്കുന്നത്, അല്ലേ? ഈ ഒരു കാര്യത്തിൽ സിമ്പിൾ എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് നമുക്ക് നോക്കാം. സിമ്പിളിൻ്റെ ജനറേഷൻ 2ൽ 3 വേരിയന്റ് വണ്ടികളാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. 3.7 kWh ബാറ്ററി പാക്കുള്ള സിമ്പിൾ 1S എന്ന വേരിയന്റും പിന്നെ 4.5 kWhഉം 5 kWh ബാറ്ററി പാക്കുള്ള സിമ്പിൾ 1 എന്ന 2 വേരിയന്റുകളും. ഈ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കാണുന്നത് ജനറേഷൻ 2 5 kWh ബാറ്ററി പാക്കുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ 3 വേരിയന്റുകളിലും ബാറ്ററി ഫുഡ് ബോർഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റിമൂവബിൾ ബാറ്ററി ഉപയോഗിച്ചിട്ടില്ല. ഇത് NMC കെമിസ്ട്രിയിൽ വരുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇനി നമ്മൾ റേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയുന്നത് IDC റേഞ്ചാണ് കേട്ടോ. സിമ്പിൾ 1Sന് 190 കിലോമീറ്ററും സിമ്പിൾ 1ൻ്റെ 4.5 kWh വേരിയന്റിന് 236 കിലോമീറ്ററും 5 kWh വേരിയന്റിന് 265 കിലോമീറ്റർ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ റിയൽ വേൾഡ് റേഞ്ചിൽ നമുക്ക് ഇത്രയൊന്നും കിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 30%-എങ്കിലും കുറവുണ്ടാവും. അങ്ങനെ നോക്കുമ്പം സിമ്പിൾ 1Sൽ ഏകദേശം നമുക്കൊരു 135 മുതൽ 140 കിലോമീറ്റർ റേഞ്ചും 4.5 kWh വേരിയന്റിൽ ഏകദേശം ഒരു 155 മുതൽ 160 കിലോമീറ്റർ റേഞ്ചും 5 kWh വേരിയന്റിൽ ഏകദേശം ഒരു 175 മുതൽ 180 കിലോമീറ്ററിനടുത്ത് റേഞ്ചും ലഭിക്കുന്നതാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ റൈഡിങ് സ്റ്റൈൽ പോലെ ഇരിക്കും. ഒന്നുകൂടി ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതിലും കൂടുതൽ റേഞ്ച് നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ പുതിയ അപ്ഡേറ്റിൽ നല്ല രീതിയിലുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 4 ലെവലുകളുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം അത് മാറ്റാം. അതിലൂടെയും നമുക്ക് റേഞ്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ സിമ്പിൾ 1Sൽ മാത്രം ഒരു ലെവൽ റീജൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 2 വേരിയന്റിലും 1 മുതൽ 4 വരെയുള്ള ലെവലുകളുണ്ട്. കമ്പനി വണ്ടിക്കൊപ്പം നൽകുന്ന 750 വാട്ട്സിന്റെ സ്റ്റാൻഡേർഡ് പോർട്ടബിൾ ചാർജറിൽ സിമ്പിൾ 1S 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 4 മണിക്കൂറും 4.5 kWh വേരിയന്റ് 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 4 മണിക്കൂർ 45 മിനിറ്റും 5 kWh വേരിയന്റ് 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 5 മണിക്കൂർ 20 മിനിറ്റുമാണ് വേണ്ടത്. 0 മുതൽ 80% കമ്പനി പറഞ്ഞിട്ടുള്ളത്. 0 മുതൽ 100% ചാർജ് ചെയ്യാൻ എത്ര സമയം വേണമെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല. എന്തായാലും ഫുൾ ചാർജ് ആവാൻ ഈ പറഞ്ഞ സമയത്തിൻ്റെ കൂടെ ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂറിനടുത്ത് കൂടുതൽ നമ്മൾ കാണേണ്ടി വരും. ബോൾട്ട് എർത്ത് എന്ന കമ്പനിയുമായി സഹകരിച്ച് ഇവരുടെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷന്റെ ജോലി പുരോഗമിക്കുന്നുണ്ട്. 400 കിലോമീറ്റർ IDC റേഞ്ച് ലഭിക്കുന്ന സിമ്പിൾ 1ൻ്റെ അൾട്ര എന്ന് പറയുന്ന മോഡൽ വരുന്ന മാർച്ച് മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഫാസ്റ്റ് ചാർജിംഗ് ആക്റ്റീവ് ആവുമെന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചത്. അതുവഴി നമുക്ക് ഈ വണ്ടിയുടെ ബാറ്ററി 0 മുതൽ 80% ചാർജ് ചെയ്യാൻ ഏകദേശം 2.25 മുതൽ 2.5 മണിക്കൂർ വരെയാണ് വേണ്ടത്. ഒരു 3 മണിക്കൂറിൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
ഈ സിമ്പിൾ വണ്ണിൻ്റെ ബോൾട്ട് എർത്തുമായിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ടൈപ്പിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ഇനിയും ലഭിക്കാനുണ്ട്. ഇനി നമ്മൾ മോട്ടോർ പവറിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ വൺ എസിനും 4.5 കിലോ വാട്ട് അവർ വേരിയൻറ്റിനും 6.4 കിലോ വാട്ട് പീക്ക് പവറും 5 കിലോ വാട്ട് അവർ വേരിയന്റിന് 8.8 കിലോ വാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന PMSM ബെൽ ഡ്രൈവ് മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സിമ്പിൾ വൺ എസിനും 4.5 കിലോ വാട്ട് അവർ വേരിയന്റിനും 90 km/h ആണ് ടോപ്പ് സ്പീഡെങ്കിൽ 5 കിലോ വാട്ട് അവർ വേരിയന്റിന് 115 km/h സ്പീഡിൽ വരെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതേപോലെ ടോർക്കിലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ 2 വേരിയന്റുകൾക്ക് 52 Nm ടോർക്ക് ആണെങ്കിൽ 5 കിലോ വാട്ട് അവർ വേരിയന്റിന് 72 Nm ആണ് ടോർക്ക്. ആക്സിലറേഷന്റെ കാര്യത്തിൽ 3ലും വ്യത്യാസമുണ്ട്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ സിമ്പിൾ വൺ എസിന് 3 സെക്കൻഡ്സ് ആണ് വേണ്ടത്. 4.5 കിലോ വാട്ട് അവർ വേരിയന്റിന് 3.3 സെക്കൻഡ്സുമാണ് വേണ്ടത്. അതേ സ്ഥാനത്ത് 5 കിലോ വാട്ട് അവർ വേരിയന്റിന് 2.55 സെക്കൻഡ്സ് മാത്രം മതി. എക്കോ എക്സ്, എക്കോ, റൈഡ്, എയർ എന്നീ 4 റൈഡിംഗ് മോഡുകളും റിവേഴ്സ് മോഡുമാണ് ആദ്യത്തെ 2 വേരിയന്റുകൾക്കുള്ളത്. പക്ഷേ 5 കിലോ വാട്ട് അവർ വേരിയന്റിന് 6 റൈഡിംഗ് മോഡുകളും റിവേഴ്സ് മോഡുമുണ്ട്. നിലവിലുള്ള മോഡുകൾക്ക് പുറമെ സോണിക്കും സോണിക് എക്സ് എന്നീ 2 മോഡുകൾ കൂടിയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ അതായത് 1.5 ജനറേഷനിൽ പറഞ്ഞിരുന്ന മറ്റൊരു ബുദ്ധിമുട്ട് ബാറ്ററി 54% ആകുന്ന സമയത്ത് ഓരോ 10% കഴിയുന്തോറും മോഡുകൾ കട്ടാകുന്ന ഒരു കാര്യമാണ്. അത് അവർ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ ജനറേഷൻ 2വിൽ ആ ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. സോണിക് മോഡും സോണിക് എക്സ് മോഡും നമുക്ക് ബാറ്ററി 26% ആകുന്നത് വരെ ഉപയോഗിക്കാം. എയർ മോഡും റൈഡ് മോഡും നമുക്ക് 20% വരെയും അതിന് താഴോട്ട് അതായത് 20% താഴോട്ട് നമുക്ക് എക്കോയും എക്കോ എക്സ് മോഡും ഉപയോഗിക്കാം. ഇത് ഇവർ നിർബന്ധമായിട്ടും ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. കുറച്ച് വൈകിട്ടാണെങ്കിലും വളരെ നല്ലൊരു കാര്യം തന്നെ. എല്ലാ വേരിയന്റുകളിലും മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 90/90 12 ഇഞ്ചസ് ആണ് മുന്നിലെയും പിന്നിലെയും ടയറിന്റെ സൈസുകൾ. ട്യൂബ്ലെസ് ടയറുകളാണ്. അതുപോലെ തന്നെ എലോയ് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ വേരിയന്റുകൾക്കും അങ്ങനെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹൈറ്റ് കൂടുതലാണെന്ന് പലരും പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ലേശം സീറ്റിന്റെ ഹൈറ്റ് ഇവർ കുറച്ചിട്ടുണ്ട്. പഴയ വണ്ടികൾക്ക് 796 mm ആയിരുന്നു സീറ്റ് ഹൈറ്റ്. പക്ഷേ ജനറേഷൻ 2 വണ്ടികൾക്ക് അവരത് 780 mm ആയിട്ട് കുറച്ചിട്ടുണ്ട്. മുന്നിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും പിറകിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത്. 172 mm ഗ്രൗണ്ട് ക്ലിയറൻസോട് കൂടി വരുന്ന ഈ വേരിയന്റുകളുടെ ഭാരം വരുന്നത് വേരിയന്റുകൾ അനുസരിച്ച് 118 കിലോഗ്രാം മുതൽ 129 കിലോഗ്രാം വരെയാണ്. അതേപോലെ 35 ലിറ്ററാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നീ 3 കളറുകളിലാണ് സിമ്പിൾ വൺ എസ് ഇറങ്ങുന്നത്. മറ്റ് 2 വേരിയന്റുകൾക്ക് സിംഗിൾ ടോൺ കളറുകളും അതുപോലെ തന്നെ ഡുവൽ ടോൺ കളറുകളുമുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂവിന് പുറമെ ഗ്രേയും റെഡുമാണ് എഡീഷണൽ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്ന സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹിൽ ഹോൾഡ് വന്നിട്ടുണ്ട്, ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചസിന്റെ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ വൺ എസിൽ ഇത് ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ, ബാക്കി 2ലും ടച്ച് ആണ്. റീജനറേഷന്റെ 4 ലെവൽ വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. ഇനിയിപ്പം അത് അപ്ഡേറ്റ് ലഭിച്ചാലും അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത് കൂടുതൽ കാശ് നൽകി വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇതിൽ നാവിഗേഷൻ ഉണ്ട്, ഫൈൻഡ് മൈ വെഹിക്കിൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡ്രോപ്പ് സേഫ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത ആംഗിളിനെക്കാട്ടും കൂടുതൽ വണ്ടി ചെരിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിയിൽ നിന്നും മറഞ്ഞ് വീണ് കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ മോട്ടോർ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആകും. അതൊരു നല്ല സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ റിയൽ ടൈം ലൊക്കേഷൻ ഷെയറിംഗ്, പാർക്ക് അസിസ്റ്റ്, സ്മാർട്ട് റൈഡ് അലേർട്സ്, ജിയോ ഫെൻസിങ്, ടൈം ഫെൻസിങ്, ബ്ലൂടൂത്ത് കോൾ, അതേപോലെ മ്യൂസിക് കൺട്രോൾസ്, പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഡോക്യുമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ലൈസൻസ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ എല്ലാം നമുക്ക് സോഫ്റ്റ് കോപ്പി ഡിസ്പ്ലേയിൽ സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ വണ്ടിയുടെ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മിററിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഡിസ്പ്ലേ വരുന്ന ആ ഭാഗത്തെ പാനൽസിന്റെ ഡിസൈനിൽ മാറ്റമുണ്ട്. സ്വിച്ചസ് എല്ലാം മാറിയിട്ടുണ്ട്. കൺട്രോൾസിന് വേണ്ടിയിട്ട് ജോയ്സ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഡേ നൈറ്റ് സെൻസർ ഡിസ്പ്ലേയുടെ തൊട്ട് താഴേക്ക് മാറ്റിയതായിട്ട് നമുക്ക് കാണാം. USB ചാർജിങ് സ്ലോട്ട് ആദ്യം കൊടുത്തിരുന്നത് അണ്ടർ സീറ്റ് സ്റ്റോറേജിലായിരുന്നു. അത് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ മുന്നിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മൊബൈൽ നമുക്ക് സേഫ് ആയിട്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ തന്നെ വെച്ച് ചാർജ് ചെയ്യാനും സാധിക്കും.
കവറെല്ലാം തൂക്കിയിടാനായിട്ട് ഒരു ഹോൾഡറും കൊടുത്തതായിട്ട് കാണാം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ മഴക്കാലത്ത് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പഴയ ഓപ്ഷൻ തന്നെയാണ് നല്ലത് അല്ലേ? പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, പിന്നിലെ ടയറിൽ നിന്നും മഴക്കാലത്ത് ചെളി തെറിക്കുന്ന ഒരു പ്രശ്നം ഈ വണ്ടിക്കുണ്ട്. അതിനവർ ഒരു മഡ് ഫ്ലാപ്പ് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അടുത്ത മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അത് അപ്ഡേറ്റ് ആവുമെന്നാണ് വിശ്വസിക്കുന്നത്, അതായത് 2026 ജൂണിന് മുമ്പ്. ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടിയുടെ വിലയും വാറന്റിയുമാണ് അല്ലേ? സിമ്പിൾ 1S-ന്റെ എക്സ് ഷോറൂം വില വരുന്നത് 1,50,000 രൂപയും 4.5 kWh വേരിയന്റിന്റെ എക്സ് ഷോറൂം വില വരുന്നത് 1,70,000 രൂപയും 5 kWh വേരിയന്റിന്റെ എക്സ് ഷോറൂം വില വരുന്നത് 1,78,000 രൂപയുമാണ്. ഇത് PME ഡ്രൈവ് സബ്സിഡി 5,000 രൂപ കിഴിച്ചതിന് ശേഷമുള്ള വിലയാണ് കേട്ടോ. ഈ വിലയുടെ കൂടെ ടാക്സും ഇൻഷുറൻസും രജിസ്ട്രേഷനും എല്ലാം കൂടി, അതായത് ഓൺ ദ റോഡ് വില നമ്മൾ ഈ എല്ലാ വേരിയന്റുകൾക്കും ഏകദേശം 16,000 മുതൽ 17,000 രൂപയ്ക്ക് അടുത്ത് വരെ കൂടുതൽ കാണേണ്ടി വരും. വണ്ടിയുടെ കൂടെ കമ്പനി നമുക്ക് നൽകുന്ന വാറന്റി 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ആണ്. ഏതാണോ ആദ്യം കവർ ആവുന്നത് അത്. ഇനി നമുക്ക് എക്സ്റ്റെൻഡഡ് വാറന്റി വേണമെങ്കിൽ കൂടുതൽ കാശ് നൽകിയാൽ അത് ലഭിക്കും. അതിൽ അവർ 3 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 2 വർഷം 20,000 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതായത് മൊത്തം 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. അത്തരത്തിലൊരു വാറന്റി എടുക്കാൻ നമുക്ക് 6,489 രൂപ കൂടുതലായിട്ട് നൽകണം. ഇനി നമുക്ക് 5 വർഷം 50,000 കിലോമീറ്റർ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, അതായത് മൊത്തം 8 വർഷം 80,000 കിലോമീറ്റർ വാറന്റിയാണ് വേണ്ടതെങ്കിൽ അതിന് നമ്മൾ നൽകേണ്ടത് 10,029 രൂപയാണ്. ഇത് കൂടാതെ ലൈഫ് ടൈം വാറന്റി എന്നൊരു ഓപ്ഷനും കമ്പനി നൽകുന്നുണ്ട്. മൊത്തത്തിൽ 15 വർഷം വാറന്റി. കിലോമീറ്റേഴ്സ് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും ഓടാം. അതിന് നമ്മൾ നൽകേണ്ടത് 40,000 രൂപയാണ്. ഈ വാറന്റിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സ്റ്റെൻഡഡ് വാറന്റിക്ക് ബാറ്ററിക്കും മോട്ടോറിനും മാത്രമാണ് നമുക്ക് വാറന്റി ലഭിക്കുന്നത്. ബാക്കിയുള്ള ഡിസ്പ്ലേ, MCU, ഇലക്ട്രിക്കൽ മൊഡ്യൂൾസിനെല്ലാം 3 വർഷം മാത്രമാണ് വാറന്റി. സ്വിച്ചുകൾക്ക് 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ആണ് വാറന്റി. ചാർജറിന് 3 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്ററും ബെൽറ്റിന് 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ആണ് വാറന്റി. ഒരിക്കലും ബെൽറ്റ് പൊട്ടിയാൽ പിന്നീട് നമുക്ക് ബെൽറ്റിന് ലഭിക്കുന്ന വാറന്റി 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസമാണ്. അത് എത്ര കാലം വേണമെങ്കിലും ബെൽറ്റിന് നമുക്ക് ആ വാറന്റി ലഭിക്കും. ഇനി പലർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ടാവും, അതായത് പുതിയ ജനറേഷൻ 2-ൽ വന്ന സ്മാർട്ട് ഫീച്ചേഴ്സ് അപ്ഡേറ്റുകൾ മുമ്പുള്ള ജനറേഷൻ വണ്ടികൾക്ക് ലഭിക്കുമോ എന്ന്. അതെ, തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേറ്റുകൾ ലഭിക്കും, പക്ഷേ എല്ലാ സ്മാർട്ട് ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും ചിലതൊക്കെ ലഭിക്കും, പക്ഷേ അത് 2026 ഏപ്രിൽ മുതലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുക എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫാസ്റ്റ് ചാർജിങ് എല്ലാ ജനറേഷനിലും സപ്പോർട്ട് ചെയ്യും. ഞാൻ ഈ സിമ്പിൾ 1 ജനറേഷൻ 1.5 വാങ്ങിച്ച സമയത്ത് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കാൻ തന്നെയായിരുന്നു എല്ലാവരോടും പറഞ്ഞത്. കാരണം എൻ്റെ വണ്ടിയിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പോരായ്മകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോരായ്മകൾ, അത് അപ്ഡേറ്റ് ആവണമായിരുന്നു. എന്തായാലും എൻ്റെ വണ്ടിയിൽ, അതായത് ജനറേഷൻ 1.5-ൽ നിലവിൽ പുതിയ അപ്ഡേറ്റുകൾ ഒന്നും ലഭിച്ചില്ലെങ്കിലും ജനറേഷൻ 2-ൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവർ പരിഹരിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സിമ്പിൾ 1 ജനറേഷൻ 2 വാങ്ങിക്കുന്നതിനെ കുറിച്ച് നമുക്കിപ്പം ചിന്തിക്കാമെന്നർത്ഥം. പിന്നെ ഏത് കമ്പനിയാണെങ്കിലും ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എത്ര നല്ല വണ്ടിയാണ് കമ്പനി ഇറക്കുന്നതെങ്കിലും ആ കമ്പനി വിജയിക്കണമെങ്കിൽ തീർച്ചയായും കസ്റ്റമേഴ്സിന് മികച്ച സർവീസ് നൽകിയേ പറ്റൂ. മാരുതി സുസുക്കിയുടെ ഡീലർഷിപ്പുള്ള AM മോട്ടോഴ്സ് മികച്ച സർവീസ് നൽകുന്നവരാണെന്ന് മാരുതിയുടെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ AM മോട്ടോഴ്സ് തന്നെയാണ് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ സിമ്പിൾ 1-ന്റെ ഡീലർഷിപ്പും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സർവീസ് മികച്ചതായിരിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തൃശ്ശൂരും പാലക്കാടും കണ്ണൂരും ഒക്കെ ഇവരുടെ ഷോറൂം തുറക്കാനിരിക്കുന്നുമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.